അപ്പോൾ ജാസ്മിന് എന്താ പറയുക വലിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഫാമിലിയും ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവളുടെ ഫാമിലി കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയും ഗതികളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ മോർണിംഗ് ടാസ്ക് തുടങ്ങുന്നത് ഒരു സോങ്ങോട് കൂടിയാണ്. ആ സോങ് കഴിഞ്ഞ സമയത്ത് ഡോറ് തുറക്കുന്നു. എന്താ പറയുക ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും കൂടെ ഒരു വലിയൊരു ബൊമ്മ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വെച്ചാൽ ജാസ്മിൻ്റെ ഫാദർ സമൂഹത്തിൽ അനുഭവിക്കുന്ന കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയയിലും നമ്മളിപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു കുട്ടി അവിടെ കാണിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്താ പറയുക ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ വന്നു. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, നമുക്ക് ഈ മാല വേണ്ട, ഞാനൊരു പുതിയ മാല നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ അതേമാതിരി ഇനി ഫോട്ടോ ഇങ്ങനെ ഈ ഫോട്ടോയെ നമുക്ക് വേണ്ട, നമുക്ക് എന്താണ് ഈ ഫോട്ടോ നമുക്ക് വേണ്ട. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക അത് വളർന്നു പോവുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് കഴിഞ്ഞാലും ഇതൊന്നും ഇവിടുന്ന് മാറിപ്പോകുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ട് വരിക ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഒരു ഫലം എന്ന് പറയുന്നത്. പിന്നെ അവൾക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു, അഫ്സൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരായിട്ടൊക്കെ. അപ്പോൾ അതും ഈ രണ്ടും കൂടി ഒക്കെ എല്ലാം കൂടി വരുന്നത് വലിയൊരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും അദ്ദേഹം നല്ലൊരു തീരുമാനം എടുത്ത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവർ ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ബാപ്പ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഫുൾ ടൈം ഈ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരിക്കാതെ, റൂമിനകത്ത് ചടഞ്ഞിരിക്കാതെ നീ ആ ബന്ധം അത് അവിടെ കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ കളിച്ച് മുന്നേറുക. പിന്നെ നിന്നെ ആൾക്കാർ ചീത്ത പറയുമ്പോൾ നീ മിണ്ടാതിരിക്കൊന്നും വേണ്ട. നീ പറയുമ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കുക. പിന്നെ വയസ്സിന് മൂത്തവരെ നമ്മൾ ബഹുമാനത്തോടു കൂടിയിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അല്ലാതെ എടാ പോടാ പറ്റി അങ്ങനെയുള്ളതൊന്നും വരരുത്. അതൊക്കെ എൻ്റെ എന്താ പറയുക ബാപ്പയ്ക്കാണ് ഇതൊക്കെ ഏൽക്കുന്നത്. ഒരാൾ ചീത്ത പറയുമ്പോൾ, മക്കൾ ചീത്ത പറയുമ്പോൾ അത് ഏൽക്കുന്നത് ബാപ്പയ്ക്കാണ്. അത് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ പെരുമാറുക. അങ്ങനെയൊക്കെയാണ് പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് പറയാൻ പറ്റുന്നത് വെച്ചാൽ എന്താണ് ഒരു ചെറിയൊരു വാണിംഗ് ഒക്കെ ഫാദറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന്. അതെന്ന് പറയുകയാണെങ്കിൽ എന്താണ് അപ്സരയും ജാസ്മിനും കൂടി ഒരു വഴക്ക് നടന്നിരുന്നു. അത് തമ്മിൽ വലിയ ഒരടിയിലേക്ക് എത്തി എന്നുള്ള രീതിയിൽ പാപ്പ സംസാരിക്കുകയും അത് കേട്ട് ബിഗ് ബോസ് അവരെ വിളിക്കുകയും പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് പറയരുത് എന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് വിടുകയാണ്. അത് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറേ ഫാമിലിക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നീട് ബിഗ് ബോസ് അവരോട് ആ ഒരു ഫോട്ടോയും മാലയും നിങ്ങളവിടെ വെച്ചിട്ട് പോയിക്കോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് അങ്ങനെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ബിഗ് ബോസ് സംസാരിച്ചിട്ടുള്ളത്. പിന്നീട് നമുക്ക് റസ്മിൻ്റെ ഉമ്മയും അനിയനും കൂടി വരുന്ന ഒരു കാഴ്ച കാണാൻ പറ്റി. റസ്മിൻ്റെ ഫാമിലി വന്നപ്പോൾ റസ്മിന് നല്ല സന്തോഷമായി. പിന്നെ അവസാനത്തെ ഫാമിലി റസ്മിൻ്റെയാണ്. അപ്പോൾ അത്രമാത്രം നിർത്തുന്നു.